കണ്ടാലൊരു കുഞ്ഞൻ, എന്നാലേ ഈ പെൻസിൽ അത്ര നിസ്സാരക്കാരനാണോ? ഈ പെൻസിൽ ഉപയോഗിച്ച് ഒരു ബൾബ് പ്രകാശിപ്പിക്കാം എന്ന് നിങ്ങൾക്കറിയാമോ? അതിലേക്ക് ഞാൻ വരാം. അതിനു മുന്നേ PSC പരീക്ഷകളിൽ ഈ പെൻസിലുമായി ബന്ധപ്പെടുത്തി ചോദിക്കുന്ന കുറച്ച് ഫാക്ട്സ് നമുക്ക് പഠിച്ചാലോ? ആദ്യമായിട്ട് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഫാക്ട് നമുക്ക് നോക്കാം. ഈ വെള്ളത്തിൽ പാതി താഴ്ത്തി വെച്ചിരിക്കുന്ന ഈ ഒരു പെൻസിൽ ഒടിഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? ഇതിന്റെ കാരണം അപവർത്തനമാണ്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു വളവ് സംഭവിക്കുന്നു. ഇതാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം. ഇവിടെ രണ്ട് മാധ്യമങ്ങളുണ്ട്. ഈ ഒരു ആദ്യ ഭാഗത്ത് വായുവാണുള്ളത്, താഴേക്ക് വരുമ്പോൾ ജലമാണുള്ളത്. ഇങ്ങനെ രണ്ട് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് പ്രകാശം ഈ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലോട്ട് കടന്നപ്പോൾ അതിനൊരു വളവ് സംഭവിച്ചു. ആ വളവ് കാരണമാണ് നമ്മുടെ ഈ പെൻസിൽ ഇങ്ങനെ ഒടിഞ്ഞതായിട്ട് തോന്നുന്നത്. ജലാശയങ്ങൾ ആഴം കുറവായി തോന്നാൻ കാരണവും നമ്മുടെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണവും ഈ പറയുന്ന അപവർത്തനമാണ്. ഞാനിനി ഈ പെൻസിൽ ജലത്തിൽ നിന്ന് ഉയർത്താൻ വേണ്ടി പോവുകയാണ്. ഈ പെൻസിലിൽ ധാരാളം ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഈ പെൻസിലും ജലവും തമ്മിലുള്ള ആകർഷണ ബലം കാരണമായിരിക്കില്ലേ ഇതിനകത്ത് ഈ ഒരു ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചത്? ഇവിടെ പെൻസിലും ജലവും വ്യത്യസ്ത ഇനം തന്മാത്രകളാണല്ലേ. അപ്പോ വ്യത്യസ്ത ഇനം തന്മാത്രകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം. ഇനി ഒരേ ഇനം തന്മാത്രകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലത്തിന് എന്താണ് പറയുക? കൊഹിഷൻ ബലം എന്നാണ് പറയുക. ഇനി നമുക്ക് ഈ പെൻസിലിനെ ചലനം എന്ന ടോപ്പിക്കുമായി ഒന്ന് ബന്ധപ്പെടുത്തിയാലോ? ഞാനിവിടെ ഒരു ഷാർപ്നർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് ഞാൻ ഈ പെൻസിൽ കൂർപ്പിക്കാൻ പോവുകയാണ്. ഇത് എന്ത് തരം ചലനമാണ് എന്ന് നിങ്ങൾ നോക്കണം. ഞാൻ ഈ ഷാർപ്നർ ഉപയോഗിച്ച് ഈ പെൻസിൽ കൂർപ്പിക്കുന്ന സമയത്ത് ഈ പെൻസിൽ അതിന്റെ സ്വന്തം അക്ഷത്തെ ആധാരമാക്കി തിരിയുകയാണ് അല്ലേ. അപ്പോൾ ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത് എന്ത് തരം ചലനത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഭ്രമണമാണ്. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ചലനം ആലോചിക്കാം. ഇനി ഒരു കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ പെൻസിലിന്റെ ചലനം ഏത് രീതിയിലുള്ളതാണ്? ഇവിടെ ഈ പെൻസിൽ വൃത്താകാര പാതയിലൂടെയാണ് ചലിച്ചത്. ഇങ്ങനെയുള്ള ചലനത്തിന് നമ്മൾ പറയുന്ന പേരാണ് വർത്തുള ചലനം. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പെൻസിൽ ഉപയോഗിച്ച് നമുക്കൊരു ബൾബ് പ്രകാശിപ്പിക്കാൻ പറ്റുമോ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം വയറും പിന്നെ ഒരു LED-യും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഈ LED കത്തിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ 2 ബാറ്ററിയും ഒരു വയറും ഒരു LED-യും കൂടെ മാത്രം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ LED പ്രകാശിക്കും എന്നുള്ള കാര്യം അറിയാം. ഇവിടെ ഞാൻ ഇതിനുള്ളിലേക്ക് ഒരു പെൻസിലിനെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ. ഇനി ഈ പെൻസിൽ കറണ്ടിനെ കടത്തിവിട്ടാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു LED പ്രകാശിക്കുകയുള്ളൂ. നമുക്ക് ഈ LED പ്രകാശിക്കുകയോ ഇല്ലയോ എന്ന് നോക്കിയാലോ? ഞാനിത് ഈ ബാറ്ററിയിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. LED പ്രകാശിച്ചല്ലോ. അപ്പൊ എന്തുകൊണ്ട് LED ഇവിടെ പ്രകാശിച്ചത്? ഈ പെൻസിൽ കറണ്ടിനെ കടത്തിവിടുന്നത് കൊണ്ടല്ലേ. എങ്ങനെയാണ് ഈ പെൻസിൽ കറണ്ടിനെ കടത്തിവിട്ടത്? ഈ പെൻസിലിൽ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാഫൈറ്റ് കൊണ്ടാണ്. ഗ്രാഫൈറ്റ് ഒരു വൈദ്യുത ചാലകമാണ്. PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ഒരു വൈദ്യുത ചാലകമായി മാറുന്നത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കാർബണിന്റെ ഒരു രൂപാന്തരമാണെന്ന് നമുക്കറിയാം. അപ്പൊ കാർബൺ ഒരു അലോഹമാണല്ലേ. പിന്നെ എങ്ങനെയാണ് ഈ ഗ്രാഫൈറ്റ് വൈദ്യുതിയെ കടത്തിവിടുന്ന വൈദ്യുത ചാലകമായി മാറിയത്? ഗ്രാഫൈറ്റിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ടാണ് ഗ്രാഫൈറ്റ് ഒരു വൈദ്യുത ചാലകമായി മാറിയത്. ഇനി PSC ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്താണ്? പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാഫൈറ്റിനെ പെൻസിൽ ലെഡ് എന്ന് വിളിക്കുന്നത്? ഈ ഗ്രാഫൈറ്റിനെ പണ്ട് കാലത്ത് ലെഡായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേപ്പറിൽ ചാരനിറത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് ഗ്രാഫൈറ്റ്. അതിനെ ലെഡായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഗ്രാഫൈറ്റ് പെൻസിൽ ലെഡ് എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. PSC പരീക്ഷകളിൽ ഇതുമായി ബന്ധപ്പെടുത്തി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഖരരൂപത്തിലുള്ള സ്നേഹകം എന്താണ് എന്നുള്ളത്. സ്നേഹകം എന്ന് പറഞ്ഞാൽ എന്താ? 2 പ്രതലങ്ങൾക്കിടയിലെ ഘർഷണ ബലത്തെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ്. ഇപ്പോൾ ഒരു വാതിൽ തുറക്കാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ച് ഗ്രീസോ ഓയിലോ എങ്ങാനും ഒഴിച്ചു കൊടുക്കും അല്ലേ. ആ സമയത്ത് അവിടെയുള്ള ഘർഷണം മാറുകയും സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ഈ സ്നേഹകങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു ദ്രാവക രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സെമി സോളിഡ് രൂപത്തിലൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ. പക്ഷേ ഖരരൂപത്തിലുള്ള സ്നേഹകം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ കണ്ടാലൊരു ചെറിയൊരു പെൻസിലാണ്. ഈ പെൻസിലിൽ നിന്ന് അനേകം PSC ഫാക്ട്സ് നമ്മൾ പഠിച്ചില്ലേ? ഇതെല്ലാം എല്ലാവരും ഓർത്തു വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.